വെള്ളോല കുടവയ്പ്. പല ദേവതാ ചൈതന്യങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തപ്പെട്ടത് വെള്ളോലമേക്കുട ആധാരമായിട്ടാണെന്ന് തോറ്റംപാട്ടുകളിലൂടെയും വഴിനടകളിലൂടെയും പ്രസിദ്ധമാണ്. ഇവിടെ ശ്രീ മുച്ചലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കന്യകയായ അമ്മയ്ക്ക് മറക്കുടയുടെ സങ്കല്പത്തിലാണ് വെള്ളോല കുടവയ്പ്. ജന്മഗണിശൻ പ്രത്യേകമായ വ്രതാനുഷ്ഠാനത്തോടെ കുടകെട്ടി ചായം തേച്ച് നിശ്ചിത സമയത്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കുടവയ്പ്. കളിയാട്ടം തെടങ്ങൽ ചടങ്ങ്. അച്ഛന്മാരും കാരണവന്മാരും അടിയന്തരക്കാരും ബാല്യക്കാരും തിരുമുറ്റത്ത് സന്നിഹിതരായിരിക്കുന്നു. പെരുവണ്ണാൻ മൂപ്പൻ രണ്ടാം മുണ്ടും ധരിച്ച് മദ്ദളവും കൈവിളക്കുമായി തിരുനടയിലെത്തി. ചെണ്ടയും ചീനിയുമായി അലയന്റെയും പിന്നെ കലശക്കാരൻ്റെയും സാന്നിധ്യവുമുണ്ട്. തിരുമുറ്റത്ത് 17 ആണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം വാദ്യമേളമുയരുന്നു. അർജുനൻ ദേവലോകത്തു നിന്നും ഇന്ദ്രന്റെ അനുമതിയോടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന താമ്പൂലം കോലധാരിക്കും കയ്യാളന്മാർക്കും നൽകിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. താമ്പൂലത്തിൽ ശിവശക്തികൾ സംയോജിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ശിവശക്തികൾ പ്രകൃതി പുരുഷ യോഗമാണ്. താമ്പൂലം ഏറ്റുവാങ്ങുമ്പോൾ ആത്മബലവും കർമ്മബലവും ദൈവാനുഗ്രഹത്തോടെ ഏറ്റുവാങ്ങുകയാണ്. പള്ളിയറയുടെ തിണമ്പല് മുതിർച്ച കഴിച്ച് പുലിയൂര് കണ്ണൻ ദൈവത്തിന്റെ തിരുവായുധം അവിടെ വെച്ചു. തലച്ചെറൂൺ തെയ്യത്തെയാണ് ആദ്യം വരവിളിച്ചു കൂട്ടിത്തുടങ്ങുന്നത്.
നാഥൻ ചൊല്ലി കാര്യങ്ങളെ സാധിക്കുവാൻ വരിക വേണം തരത്തിലും ദൈവം. തിരുമുറ്റത്ത് തോറ്റത്തിൻ്റെ ആദ്യ ചുവടുവെപ്പുകൾ പതിഞ്ഞ പദവിന്യാസങ്ങളോടെ ഇടന്തലയിലുയരുന്ന മൃദുതാളത്തിൻ്റെ അകമ്പടികൾ മഹാദേവന്റെ സാന്നിധ്യമുള്ള കൈലാസശിലയെ നമിച്ചു തിരുവരങ്ങത്തേക്ക്. കോലധാരി ആചാര്യരെ വണങ്ങി അനുഗ്രഹം തേടുന്നു. ആത്മബലവും ദേഹബലവും പാദബലവും തേടി അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ആചാര്യരുടെ ആശീർവാദവും. ആപാദചൂടം കളഭക്കുറിയണിഞ്ഞു വെള്ളിനാഗരൂപങ്ങൾ പൊലിമയേകുന്ന തലപ്പാളിയുമണിഞ്ഞ് കോലക്കാരൻ ഒരുങ്ങുകയായി. ചെമ്പകുപ്പൂ തൊങ്ങലുകൾ അലങ്കാരം ചാർത്തുന്ന വെള്ളോലക്കുടമേലാപ്പ്,
ഉച്ചത്തോറ്റം എന്ന അനുഷ്ഠാനമാണിത്. ചെപ്പുകുടത്തിൽ വെള്ളം വെക്കുക എന്നൊരു ചടങ്ങും ഇതോടൊപ്പമുണ്ട്. ഈ അനുഷ്ഠാനത്തിൽ കോലക്കാരനും പാട്ടുകാരും തമ്പുരാട്ടിയുടെ തോറ്റം പാട്ടുപാടും.